ഹലോ, ഞാനിന്ന് പൊട്ടറ്റോ കണ്ടാണ് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ പൊട്ടറ്റോ ആദ്യം പുഴുങ്ങി വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങി അതിൻ്റെ തൊലി ഉരിച്ചു മാറ്റിക്കളഞ്ഞു. അത് ഞാൻ അതിൻ്റെ തൊലി ഉരിക്കാൻ തുടങ്ങുന്നതാണ്. ഇത് നമ്മൾ പൊടിക്കുമല്ല ചെയ്യുന്നത്. ഞാനിതൊന്ന് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുന്നതേ ഉള്ളൂ. പൊടിച്ച് വേണ്ടതും ചെയ്യാം. പൊടിച്ച് കഴിയുമ്പം അങ്ങ് കുഴഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനത് അരിഞ്ഞിട്ടത്. പൊടിച്ച് ഇഷ്ടമുള്ളവർ പൊടിച്ചും വേണം ചെയ്യാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനതങ്ങ് അരിഞ്ഞു. അത് എനിക്കൊന്ന് ഇച്ചിരി കൂടെ ഒരു വൃത്തി അരിഞ്ഞിടുന്നതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. പൊടിച്ചു എടുക്കാം. നമ്മളൊക്കെ ഇതിപ്പം വെന്തതായതുകൊണ്ട് കൈ കൊണ്ട് ഞെക്കിയാൽ അങ്ങ് പൊടിഞ്ഞു പോരുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ആയാലും ഒന്നുമില്ല. അപ്പം ഇച്ചിരി കൂടെ ഒരു കുഴഞ്ഞ ഒരു രീതി വരും. അതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നി ഒന്ന് കുരുകുരാന്ന് കിടക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഒന്ന് കഴിക്കാൻ കിട്ടും. ഇതിന് വേണ്ടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചു. ഒരു 2 സവോള അരിഞ്ഞ് വെച്ചു. വേണമെങ്കിൽ ഇച്ചിരി തക്കാളിക്കൊക്കെ ഇടാം. വേണമെങ്കിൽ മാത്രം ഒരു തക്കാളിക്ക് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഡെയിലി അതില്ലാഞ്ഞുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. പച്ചമുളക്, ഇത്രയും സാധനമാണ് ചേർത്തേക്കുന്നത്. പിന്നെ കടുകും ജീരകവും കൂടി ഇട്ടാണ് ഞാൻ കടുക് വറുത്തത്. നമ്മൾ ഉപ്പുമാവിന് സാധാരണ ജീരകവും കൂടെ ചേർത്താണല്ലോ കടുക് പൊട്ടിക്കുന്നത്. അതുപോലെ തന്നെ കടുക് പൊട്ടിക്കുക. ഞാൻ ഇത് അരിയാൻ വേണ്ടിയാണ് ഒരു 2 ചെറിയ ഇഞ്ചി കഷ്ണവും അല്പം വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഞാൻ വെച്ചു. പച്ചമുളക് അരിഞ്ഞ് വെച്ചു. സവോള അരിഞ്ഞ് വെച്ചു. ഇതെല്ലാം അരിഞ്ഞ് വെച്ചതാണ്. പൊട്ടറ്റോ ഞാൻ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചേക്കുവാണ്. അതിലൊരു തണ്ട് കരിയേപ്പില വേണം. ഇത്ര സാധനം വേണം. ഉപ്പ് വേണം. ഉപ്പുമാവാണല്ലോ, ഉപ്പ് വേണം. അങ്ങനെ അത്രയും സാധനം വേണം. ഞാൻ ആ പൊട്ടറ്റോയ്ക്കകത്ത് ഉപ്പ് ശകലം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് ഇടുന്നത് കാണാഞ്ഞത് കണ്ടോ. ഉപ്പ് വേണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിന്നെ നമ്മൾ വെന്തിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല. വെന്തിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതെല്ലാം വഴന്ന് കഴിയുമ്പോൾ വേകും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വെച്ച് നോക്കൂ. വേണ്ടവർക്ക് ഒരു ചിരാലം മസാല പൊട്ടറ്റോ ആയതുകൊണ്ട് വേണേൽ ഇടാം. ഞാനതിട്ടില്ല. ഇഷ്ടമുണ്ടേ ഇട്ടോളുക. സ്വാദിഷ്ടപ്പെടുകയാണെങ്കിൽ. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. 1 സ്പൂൺ മുളക് പൊടി, അത് കൂടുതൽ വേണ്ട. ഇനി മുളക് പൊടി വേണമെന്നില്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാലും മതി. ഒരു ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത്തിരി മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ട് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കും. പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ജോയിൻറ്റ് ആക്കണം. പിന്നെ ഒന്ന് പൊത്തി വെച്ച് ഒരല്പം ഒന്ന് വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി താത്ത് വെച്ച് ഒന്ന് ഇളക്കി ആവി പോയിട്ട് എടുത്ത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വെച്ച് നോക്കൂ. അതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഇത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ വേണേ. നീ ഒന്ന് തുറന്ന് ഒന്നിളക്കി, നടുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുത്തി ഇളക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ ഉപ്പുമാവ് റെഡി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ്, നല്ല കളർഫുൾ, നല്ല രസമുള്ള ഒരു ഉപ്പുമാവാണ്. വെറൈറ്റി.